Transaction fees, 70 rupees. ഇവിടെ ഒരു ദിവസം എത്ര കിലോ ആപ്പിളിന്റെ ചെലവുണ്ടാവും? ഒരു ഏകദേശം 70 കിലോ എടുക്കും. 70 കിലോ ആപ്പിളൊക്കെ ചെലവായി പോകും. ഈ ഒരു ഗ്ലാസ് സർബത്ത് മേടിക്കുമ്പോൾ 2.5 ഗ്ലാസോളം കൊടുക്കുന്നതിന്റെ കാര്യം? അത് ആദ്യം ഇങ്ങനെ ഐസൊക്കെ ഇട്ട് വരുമ്പം എക്സ്ട്രാ വരുമല്ലോ, ഐസും എല്ലാം ആയിട്ട് വരുമ്പോ ആദ്യം മിച്ചമുള്ളത് അവർക്ക് തന്നെ കൊടുക്കുന്നു. അതിപ്പം എത്ര വർഷമായിപ്പോ ഇപ്പൊ അതങ്ങ് ഇതായി അവർക്ക് തന്നെ കൊടുക്കും. താത്ത എത്ര ആളാ ഇവിടെ കട തുടങ്ങിയിട്ട്? 15 വർഷമായി. 15 വർഷം. ഇതിങ്ങനെ തുടങ്ങാനുള്ള സാഹചര്യം എന്താ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തുടങ്ങി. ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവന മാർഗം നടക്കുന്നത്. ഇവിടുത്തെ ഫ്രൂട്ട് സർബത്തിൽ എന്തൊക്കെ ഐറ്റംസ് ചേർക്കാറുണ്ട്? ഇത് രസകദളിപ്പഴം, പൈനാപ്പിൾ, പപ്പയ്ക്ക, ആപ്പിള്, കപ്പലണ്ടി, പച്ചവശ, സർബത്ത്, തേങ്ങാപ്പാല്, മിൽക്ക് മെയ്ഡ്. ഒരു ദിവസം എത്രത്തോളം ആളുകൾ ഇവിടെ വരും? ശനി ഞായറും അവധിയുള്ള ദിവസമൊക്കെ നല്ല ആളായിരിക്കും. നല്ല തിരക്കാണ് ഇവിടെ. ഇപ്പം മാക്സിമം ഇപ്പം കുറെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ഭയങ്കര ആളാണ്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ഒരാളുണ്ട്, പറ്റൂല അങ്ങനത്തെ ഒരാളുണ്ട്. നമ്മൾ 4 പേര്, ഞാനും 4 പേരും 5 പേരും. 5 പേരാണ്. 5 പേരുണ്ട്, ഞാനും മോനും 4 പേരും കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഒരാളുണ്ട്. പക്ഷെ മൊത്തവും കൈക്ക് അരിയുന്ന സാധനങ്ങൾ അരിഞ്ഞെത്തിയെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് അത്രയും വൃത്തിയായിട്ട് കൊടുക്കണം. ഒരാൾ ഇറങ്ങുമ്പോ തന്നെ ഗ്ലാസ് മാറ്റുകയും അവിടെ വൃത്തിയാക്കണം. പിന്നെ ചെയ്യുന്ന ജോലിയെല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണം, എന്നല്ലേ പറ്റുള്ളൂ, എന്നാലേ ആള് വരുള്ളൂ. അത്രയും ശ്രദ്ധിച്ചാലേ ആള് വരുള്ളൂ. എന്ന് വെച്ചാൽ അപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഗ്ലാസ് ആയിരുന്നാലും ഒരു അടപ്പായിരുന്നാലും ആ സാധനം അടുത്ത ആളിന് കൊടുക്കാതെ അത് കഴിയതിന് ശേഷം മാത്രം അടുത്ത ആളിന് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുക്കൂലേ? ഇന്നുവരെയും കൊടുത്തിട്ടില്ല, കൊടുക്കുകയില്ല. പിന്നെ എന്തെങ്കിലും ബാക്കി വന്നാൽ അത് നാളത്തേക്ക് കൊടുക്കൂല. അത് ബാക്കി വരാത്ത മിക്കവാറും വരൂല, അഥവാ വന്നാൽ കളയും. പന്നിക്കൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുമ്പോ അതിനകത്തിടും, എടുക്കൂല. അത് ഇത്രയും വർഷമായിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. തലേദിവസം ഒന്നും അരിഞ്ഞ് വെക്കൂല. രാവിലെ ഇത്തിരി നേരത്തെ അരിച്ചാലും രാവിലെ തന്നെ അരിയും. രാവിലെ എത്ര മണിക്കൂടെ കട തുറക്കും? ഞാൻ ഒരു 8:30, 9 മണിക്ക് തുറക്കും. 6, 6:30, 6:45 വരെയൊക്കെ കാണും. വൈകിട്ട് 6:45 വരെയൊക്കെ ഉണ്ടാവും. നോമ്പിപ്പം വരണം. നോമ്പാണെങ്കിൽ 5:30 മണി വരെ കാണുള്ളൂ. 5:30 മണി വരെ ഉണ്ടാവും. 5:30 മണിക്ക് ഒതുക്കും നോമ്പാണെങ്കിൽ. നോമ്പിപ്പം 2 ദിവസം കഴിയും നോമ്പാണ്. അപ്പൊ 5:30 മണി വരെ കാണും. തുറക്കണത് രാവിലെ തുറക്കും, 5:30 ആകുമ്പോൾ ഒതുക്കും. ഇവിടെ ഒരു ദിവസം എത്ര കിലോ ആപ്പിളിന്റെ ചെലവുണ്ടാവും? 70 കിലോ എടുക്കും. 70 കിലോ ആപ്പിളൊക്കെ ചെലവായി പോകും. ഈ ഒരു ഗ്ലാസ് സർബത്ത് മേടിക്കുമ്പോൾ 2.5 ഗ്ലാസോളം കൊടുക്കുന്നതിന്റെ കാര്യം? അത് ആദ്യം ഇങ്ങനെ ഐസൊക്കെ ഇട്ട് വരുമ്പം എക്സ്ട്രാ വരുമല്ലോ, ഐസും എല്ലാം ആയിട്ട് വരുമ്പോ ആദ്യം മിച്ചമുള്ളത് അവർക്ക് തന്നെ കൊടുക്കുന്നു. അതിപ്പം എത്ര വർഷമായിപ്പോ ഇപ്പൊ അതങ്ങ് ഇതായി അവർക്ക് തന്നെ കൊടുക്കും. ഒരു ഗ്ലാസ് ബക്കറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് എടുക്കും. ബാക്കി ഐസും പിന്നെ ഇതെല്ലാം കൂടെ എല്ലാം ഇട്ട് വരുമ്പോ കുറച്ച് വരും, അത് അവർക്ക് തന്നെ കൊടുക്കും. അങ്ങനെയാണ് ഇത് അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലാസ്സിലാക്കി കൊടുക്കുന്നത് അല്ലേ? അഡീഷണൽ വരും. അപ്പൊ ഈ പിള്ളേരുകൾ വരുമ്പോ, പിള്ളേർ സെറ്റുകള്, കോളേജ് പിള്ളേരൊക്കെ വരുമ്പോ അവര് ഒരുപാട് ആൾക്കാർ തിരക്കി വന്ന് കുടിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ. നമ്മളൊന്നും പിന്നെ ഈ തൊഴിച്ചില്, അഴുവല് അങ്ങനെ ഒന്നും വാങ്ങിക്കൂല. എന്തെങ്കിലും അങ്ങനെ എടുക്കുമ്പോ തന്നെ ഉണ്ടെങ്കിലും അവർക്ക് തന്നെ അങ്ങ് തിരിച്ചു കൊടുക്കും. 2, 3 ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയും. ആപ്പിളൊക്കെ ഒരു 2 കിലോ കൂടുതലുണ്ടെങ്കിൽ അവർ തിരിച്ചെടുക്കും. ആപ്പിളിൽ എന്തെങ്കിലും കേടുക്കും. വരാന്ന് വെച്ചാൽ ഫസ്റ്റ് എടുക്കും. ഫസ്റ്റ് ആപ്പിളെ എടുക്കുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിളാണ് ഇവിടെ എടുക്കുക. ഫസ്റ്റ് പഴം വരുന്നാലും ഫസ്റ്റ് 2, 3 ഐറ്റം പഴവും ഫസ്റ്റ്, സെക്കൻഡ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് എടുക്കും. ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി നോക്കി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. എടുത്തില്ലെങ്കിൽ നമുക്ക് സമയം നഷ്ടമാണ്. ഈ ചെറിയ പഴം പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് തൊലിക്കുന്ന സാധനം നമുക്ക് വലിയ കൊലയാണെങ്കിൽ 2 രൂപ കൂടിയാലും വലുതാണെങ്കിൽ പെട്ടെന്ന് ജോലി തീരും. ഈ ആപ്പിൾ ആണെങ്കിലും 10 രൂപ കൂടിയാലും പെട്ടെന്ന് ജോലി തീരും. ഈ കുറഞ്ഞ ആപ്പിള് ചെറുതായിരിക്കും. അപ്പൊ അത്രയും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ കുറഞ്ഞ പഴവും ചെറുതായിരിക്കും. അപ്പൊ നല്ല ഫസ്റ്റ് എടുക്കുമ്പോൾ വലിയ ഇതായിരിക്കും. ആപ്പിളും വലിയാകുമ്പോൾ നമ്മളെ ജോലിക്ക് എളുപ്പം. അതാണ്. പെട്ടെന്ന് ജോലി തീർക്കാൻ പറ്റും. അതുകൊണ്ടാണ് 10 രൂപ കൂടിയാലും ഫസ്റ്റ് എടുക്കണം. ഈ അമുലിന്റെ മിൽക്ക് മെയ്ഡ് ആദ്യം തൊട്ടേ മിൽക്ക് മെയ്ഡ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇപ്പൊ ഒരു 12, 13 വർഷം വരെ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവരെ ഏജൻസിയൊക്കെ ഇവിടെ നിന്ന് മാറി അങ്ങനെ വന്നപ്പോൾ നമ്മൾ അമുലിലോട്ട് മാറിയതാണ്. നെസ്ലെക്കാരാണ് ഇതെല്ലാം ചെയ്തു തന്നത് നമുക്ക്. ആദ്യം അവരാണ് ഈ സ്റ്റാൻഡ് എല്ലാം നമുക്ക് ചെയ്തു തന്നത്. അവരായിരുന്നു നമ്മൾ ആദ്യത്തെ ഇത്. ഒരു 13 വർഷം വരെ അവരാണ് നമുക്ക് സാധനം തന്നുകൊണ്ടിരുന്നത്. 13 ഞാൻ തുടങ്ങി 1 വർഷം കഴിഞ്ഞാണ് ഈ സർബത്ത് വെച്ചത്. ആദ്യം നാരങ്ങ വെള്ളമൊക്കെയാണ് വെച്ചത്. പിന്നെ 1 വർഷം കഴിഞ്ഞാണ് ഇത് വെച്ചത്.
അപ്പൊ ആ സമയം തൊട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാൻ സമയത്ത് ഇവര് നെസ്ലേക്കാരാണ് തന്നോണ്ടിരുന്നത്. അവര് കൊണ്ട് സാധനം കൊണ്ട് വയ്ക്കും, വിറ്റ് പൈസ കൊടുത്താൽ മതി. ഇവരും അങ്ങനെ തന്നെ വിറ്റ് പൈസ കൊടുത്താൽ മതി. നമുക്ക് തൽക്കാലം അങ്ങനെയല്ല, അവര് 10 ദിവസത്തിനകത്ത് പൈസ കൊടുത്താൽ മതി. സാധനം ആദ്യം കൊണ്ട് വയ്ക്കും, 10 ദിവസത്തിനകത്ത് പൈസ തിരിച്ചു കൊടുത്താൽ മതി. ക്രെഡിറ്റ്. പഴമായിരുന്നാലും അങ്ങനെ തന്നെ, ആപ്പിളായിരുന്നാലും സാധനം കൊണ്ട് തരും, വിറ്റ് പൈസ കൊടുത്താൽ മുന്നേ കൊടുക്കണ്ട. അവർക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അങ്ങനെ ഭയങ്കര ഒരു കടുംപിടുത്തമുള്ളവരെ കൊണ്ടുതരുന്നവരാരും നല്ല ഇതുള്ള കടുംപിടുത്തമുള്ളവരല്ല. അപ്പൊ വിറ്റ് പൈസ കൊടുത്താൽ മതി എന്ന് പറയും. ഈ സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ കറക്റ്റ് ആയിട്ട്? നെടുമങ്ങാട് നിന്ന് വരുമ്പോ പഴകുറ്റി, കൊല്ലങ്കാവ് കഴിഞ്ഞ് തത്തങ്കോട് എന്ന സ്ഥലം. അവിടെ നിന്ന് പാലോട്ട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പുത്തമ്പാലം കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ. നമ്മള് വീടും ഇതും കൂടെയാണ്. വീടാണ് എന്റെ വീടാണ്. വീട്ടിന്റെ മുന്നിൽ തന്നെയാണ്. വീട്ടിലാണ് നമ്മൾ ചെയ്ത് അതായത് വീടാണ്. അതുകൊണ്ട് പിന്നെ വേറൊരിടത്തും പോകൂല. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും നോക്കാം. ഇതിന്റെ ഒപ്പം മകനാണല്ലേ ഒപ്പം? മോനും കൂടെ പിള്ളേരെയൊക്കെ സഹായിക്കും. എല്ലാവരും സഹായിച്ചാലേ പറ്റും. അടയ്ക്കുന്നവരെ അവനും കൂടെ അവൻ തന്നെ കൂടുതലും വൈകുന്നേരമൊക്കെ സഹായിച്ചു. ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവൻ തന്നെ മാറ്റും. എല്ലാ സാധനം മിക്കവാറും സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരും. പഴവും ആപ്പിളും തേങ്ങ എല്ലാം കൊണ്ടുവരും. അഥവാ തികയാത്തുണ്ടെങ്കിൽ അവൻ പോയി വാങ്ങിച്ചു. തേങ്ങ എല്ലാം കൊടുത്തരും. തേങ്ങ നമുക്ക് 25 കിലോ തേങ്ങ 2 ദിവസത്തേക്ക് ചിലപ്പോൾ വരൂല. 25 കിലോ തേങ്ങ 2 ദിവസത്തേക്ക് ചിലപ്പോൾ തികയില്ല. തിരക്കാണെങ്കിൽ തികയില്ല. അല്ലെങ്കിൽ 15-16 തേങ്ങ വേണം. പരിചയപ്പെടുത്താമോ? എന്റെ പേര് ഷീജ. 15 വർഷത്തോളമായിട്ട് ഈ ഇവിടുത്തെ പ്രധാനമായിട്ടും ഫ്രൂട്ട് സർബത്ത് തന്നെയാണ്. സർബത്ത് മാത്രമേ പോവുള്ളൂ. മറ്റുള്ള സാധനങ്ങളൊന്നും നാരങ്ങവെള്ളം, സോഡയൊക്കെ ഉണ്ട്. അത് വലുതായിട്ട് പോകില്ല. ഇത് മാത്രമേ പോവുള്ളൂ. പിന്നെ മാക്സിമം നമ്മളെ വരുന്ന ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ആൾക്കാരെ ക്ഷമിച്ച് നിൽക്കുന്ന ആൾക്കാർ കുറെ ഇപ്പം. ഞാൻ തിരക്ക് വന്നാലും ഇപ്പം തരാം മക്കളെ എന്ന് പറഞ്ഞാലും സാരമില്ല മാമി. കുറെ കുട്ടികളായിരുന്നാലും നല്ല വേറെ ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും ക്ഷമിച്ച് നിന്ന് കുടിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കറിയാം തിരക്കാണെങ്കിൽ മാക്സിമം ആദ്യം വരുന്നവർക്ക് ഞാൻ കൊടുക്കും. എന്നാലും നിൽക്കുന്നവര് നല്ല കുറെ സഹകരണമുള്ള ആൾക്കാരുണ്ട്. ആൾക്കാര് നല്ല കുറെ ഇന്ന് കുറെ ഉദ്യോഗസ്ഥന്മാരാണ് വന്നത്. എന്നിട്ട് പിള്ളേർ പറഞ്ഞ് സാരമില്ല മാമി പതുക്കെ മതി, കൊടുത്തിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് മാക്സിമം സ്ക്രീനിന് എടുത്ത് കൊടുത്തവർക്ക്. ഇവരൊക്കെ വരും. മറ്റേ വലിയ മലത്തെ SI ഒക്കെ വരും. ആ സാറും വന്നാലും നിൽക്കും കേട്ടോ. കഷ്ടം പാവം. ആ സാറും വന്നാലും ഞാൻ പറയാം സാരമില്ല പതുക്കെ എടുത്താൽ മതി. അത് ഈ 10-15 വർഷത്തോളം കൊണ്ടുള്ള ഒരു ബന്ധത്തിലാണല്ലേ ഇത്രയും പരിചയമായിട്ട്? പരിചയം മിക്കവാറുള്ള പിള്ളേര് നല്ല മാമീനെ വിളിച്ചാൽ അവര് നല്ലതായിട്ട് പറയും. മാമി തന്നാതി കുഴപ്പമില്ല, നമ്മൾ നിൽക്കാൻ മാമി തന്നാ മതിയെന്ന് പറയും. ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാൻ മാമി ആവുമ്പോ വിളിച്ചാൽ മതിയെന്ന് പറയും. പക്ഷെ മൊത്തം കൈ കൊണ്ട് ചെയ്യുന്ന ജോലിയല്ലേ, ഇത്രയും ചെയ്ത് വരണ്ടേ. ഇതിന്റെ കട തുടങ്ങിയ ആദ്യ സമയങ്ങളിൽ മെയിനായിട്ട് ആപ്പിൾ അല്ലാതെ വേറെ എന്തൊക്കെ പഴം ചേർക്കുമായിരുന്നു? പഴം അന്ന് മുതൽ ഇന്ന് വരെയും രസകദളി പഴം. നമ്മള് അന്ന് മുതൽ ഇന്ന് വരെ രസകദളി അല്ലാതെ വേറെ പഴം ചേർക്കൂല. വേറെ മറ്റ് പഴവർഗ്ഗങ്ങളൊന്നും അരിയുന്നതും അങ്ങനെയാണ്. ഒരു ബക്കറ്റ് അരിഞ്ഞ് മാറ്റി അടുത്ത ബക്കറ്റ് അരിയുള്ളൂ. മീത് അരിഞ്ഞ് തട്ടൂല. അങ്ങനെ. അപ്പൊ മീത് അരിഞ്ഞ് തട്ടി അത് ഇല്ലാതായിപ്പോ. ചിലവാവുന്ന അനുസരിച്ച് അരിയത്തുള്ളൂ. അങ്ങനെയല്ല, ഒരു ബക്കറ്റ് മാറ്റി അടുത്ത ബക്കറ്റ് വെക്കും. അങ്ങനെ. അതിന്റെ മുകളിൽ ചേർത്തിടൂല. ചേർത്ത് ഒരു ബക്കറ്റിന്റെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അരിഞ്ഞിടൂല. അങ്ങനെ. അതെ. ഒരു ബക്കറ്റ് നമ്മൾ തീർന്ന ഉടനെ ആ ബക്കറ്റ് മാറ്റി അതിൽ 1-2 ഗ്ലാസ് മിച്ചം വന്നാൽ അതിനെ നമ്മള് അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ബക്കറ്റ് വെക്കൂല. അതുകൊണ്ട് പുളിപ്പൊന്നും കാണൂല. അപ്പോഴിരുന്നോണ്ട് പൈനാപ്പിളും പപ്പയ്ക്കും എല്ലാം കറ എടുത്തിടുന്നുണ്ട്. അതിന്റെ ചെലയും വരില്ല. അതൊക്കെ നമ്മൾ ചെയ്തെടുക്കാം. അതൊന്നും ഞാൻ ആരെയും കൂടി ചെയ്യിക്കില്ല, ഞാൻ തന്നെ ചെയ്യും. പപ്പയ്ക്കും പൈനാപ്പിളൊന്നും അതിന്റെ കറ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കഴിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളെ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ ഈ ഫ്രൂട്ട് സലാഡിൽ പപ്പയ്ക്കും പൈനാപ്പിളും അതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് നോക്കിയാൽ കുറച്ച് കഴിയുമ്പോ കഴിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതൊക്കെ ഞാൻ അതിന്റെ രീതിക്ക് ചെയ്ത് മാറ്റുന്നതാണ്. പിസ്തയുടെ ഫ്ലേവർ ആയിരുന്നാലും ഞാൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുത്താൽ ശരിയാവില്ല. ഇത് ചേർക്കുന്ന വെള്ളമില്ലേ, അത് ഞാൻ ചെയ്തെടുക്കുന്നതാണ്. പിസ്തയുടെ ഫ്ലേവറിലാണ് ഈ ഫ്രൂട്ട്സ് ആദ്യം ചെയ്ത് വെക്കുന്നത്. പക്ഷെ അത് ഞാൻ ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത് എന്റെ ഒരു റെസിപ്പി. സ്വന്തമായിട്ട് കണ്ടെത്തുന്നത്. അത് നമ്മൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് പോകും. അത് തന്നെയാണ് ഈ സ്ഥാപനം തേടി ആൾക്കാർ വന്ന് കഴിക്കുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതുകൊണ്ടും ഏറ്റവും നല്ല ടേസ്റ്റിലല്ലേ ഇവിടെ കൊടുക്കുന്നത്. തീർച്ചയായും നമ്മൾ ഒരുപാട് സ്ഥലത്തും കഴിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു വ്യത്യസ്തമായിട്ട് മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരു രുചിയാണ്. അതാണ് എല്ലാവരും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ തേങ്ങാപ്പാലും മിൽക്ക് മെയ്ഡും അല്ലേ, അതിന്റെ ടേസ്റ്റ് വേറെയല്ലേ. ആ തേങ്ങാപ്പാലായിരുന്നാലും നമ്മൾ ഒരു പാത്രമേ കൊണ്ട് വെച്ചുകൂടാ. ബാക്കിയുള്ള എല്ലാം ഫ്രീസറിൽ സൂക്ഷിക്കണേനാ.
ഫ്രീസറിൽ മാറ്റി വെച്ചേക്കും. ആ മാറ്റി ഒരു വെച്ചേക്കാണ്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഫ്രീസറിൽ തന്നെയാണ് അത് തന്നെ വെക്കും. അല്ലാതെ മൊത്തം എടുക്കണമെന്ന് വെച്ചാൽ ആ മറ്റേ രാവിലെ മുതൽ വൈകുന്നേരം വെച്ചാൽ അത് പുളിച്ചു പോകില്ലേ. അതെ. അപ്പൊ അത് കണക്കാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഒരു 4 മണി വരെ വിൽക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് 4 മണിക്ക് ശേഷം തേങ്ങ തിരികെ മാറ്റി വെക്കും. അത് 4 മണിക്ക് ശേഷം അതിനടിച്ചെടുക്കും. അത് ഫുള്ള് തീർന്നിട്ടുണ്ട്, ഇനി ഒന്നുമില്ല, പൂർണ്ണമായിട്ടും എല്ലാം കഴിഞ്ഞു. നാളത്തേക്കെന്നും പറഞ്ഞ ഒരു സാധനവും ഇല്ല. ഇനി നാളത്തേക്കുള്ള നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. വന്ന് ജോലിക്കാരൊക്കെ വന്നതിന് ശേഷം കുറെയൊക്കെ ഞാൻ ചെയ്യും, ബാക്കിയൊക്കെ ജോലിക്കാർ വന്നതിന് ശേഷം. പഴമൊക്കെ അരിഞ്ഞു കൊടുക്കുന്ന അവര് വന്നിട്ടേ ചെയ്യുള്ളൂ. പാഴ്സൽ രാവിലെ തയ്യാറാക്കോ? കുറച്ച് ഇറങ്ങിയതിന് ശേഷം, അതെല്ലാം 9 മണിക്ക് ശേഷം. 9 മണിക്ക് ശേഷം കച്ചവടം തുടങ്ങിയതിന് ശേഷം മാത്രമേ പാഴ്സൽ ആദ്യം പാഴ്സൽ എടുക്കാൻ പറ്റിയില്ല, തിരക്കായോണ്ടേ കുറച്ച് എടുക്കാൻ പറ്റും. മാക്സിമം നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ടെന്നാൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇന്നലെ ഇന്നൊന്നും വലുതായിട്ട് പാഴ്സൽ എടുക്കാൻ പറ്റില്ല. 3 ദിവസം എടുക്കാൻ പറ്റുന്നില്ല, കുറച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇടയ്ക്ക് കുടിക്കാൻ ആള് വരുമ്പോൾ നമ്മൾ ഇതിനെ കളഞ്ഞിട്ട് കുടിക്കാനുള്ള ആൾക്കാർ. ശരിയാ. ഈ സർബത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പിസ്തയുടെ ഫ്ലേവറും മിൽക്ക് മെയ്ഡ് തേങ്ങാപ്പാലുമാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ. പിന്നെ അത് തയ്യാറാക്കി എടുക്കുന്ന വിധത്തിലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളത് അത്രയും എന്ന് വെച്ചാൽ ഇതിൽ തന്നെ കുറച്ച് കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്, അത് കളയാൻ വെച്ചിട്ടുണ്ട്. പിസ്ത കുറച്ച് മിച്ചം വന്നിട്ടുണ്ട്. ഈ സാധനം എടുക്കൂല, നാളത്തേക്ക് ഉപയോഗിക്കത്തില്ല, കളയും. അതും കളയും, നാളത്തേക്ക് നാളെ. അതാണ് ഈ സാധനങ്ങളൊന്നും ബാക്കി വരെ നമ്മൾ കിട്ടുന്ന എടുക്കൂല, ഒരു സാധനം എടുക്കൂല. അതാണ് നമ്മളായിട്ട് അങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പോലെയാണ് വേറെയുള്ള മക്കൾക്ക് കൊടുക്കണം. അപ്പൊ അതാകുമ്പോഴേ വേറെ എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും? നമ്മളെ പിള്ളേർക്ക് പറ്റാൻ പോലെ 15 വർഷത്തോളം നമ്മൾ വിശ്വാസത്തോടെ ആൾക്കാർ വന്ന് ഇത്രയും വർഷം കൊണ്ട് നമ്മളെ നാട്ടിൽ നമ്മളൊരു വിശ്വാസം കൊണ്ടാണ്. അപ്പൊ അത് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പോലെയാണ്, നമ്മളെ പിള്ളേർക്കും ഇതല്ലേ കഴിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സാധനം മിച്ചം വന്നാൽ പിറ്റേന്ന് കൊടുക്കില്ല. ഒരു സാധനം ചിലപ്പോൾ മഴയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പം ബാക്കി ഒരുപാട് വന്ന ദിവസങ്ങളുണ്ട്. ഒരുപാട് ഈ സാധനം പെട്ടെന്നൊരു മഴ വന്നാ നമ്മൾ രാവിലെ ഇത്രയും കരുതി വെക്കൂലേ, വിചാരിച്ചിരിക്കാതെ ഒരു മഴ വരും. മഴ വരുമ്പോ സാധനം പോകില്ല, നമ്മുടെ കച്ചവടത്തെ അത് ബാധിക്കും. അപ്പൊ ആ സാധനം നമ്മൾ പിറ്റേന്ന് കളയണേ. അങ്ങനെ ഒരുപാട് ദിവസം കളഞ്ഞില്ല. പക്ഷെ ആ സാധനം ഇന്ന് വരെ ഞാൻ കൊടുത്തിട്ടില്ല ആർക്കും, കൊടുക്കൂലേ. അരിഞ്ഞു വെച്ച സാധനം പോലും കൊടുക്കൂല. ശരിയാ. ഇത്ര വർഷത്തോളം ഈ കട നടത്തിയിട്ടൊരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മോശം അനുഭവം ഉണ്ടായാലും വേറൊന്നുമില്ല. നമ്മളെ കൊച്ചു മക്കൾക്കായിരിക്കും ചിലപ്പോൾ അവർ വാങ്ങിക്കൊണ്ട് പോണത്. അപ്പൊ നമ്മളെ വിശ്വസിച്ചായിരിക്കും അവർ വാങ്ങിക്കൊണ്ട് പോണത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഇങ്ങനെ കൊടുത്തു പോയാൽ പിള്ളേർക്ക് എന്തെങ്കിലും ആയാൽ നമ്മളെ നിലനിൽപ്പും പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുക്കൂല. എന്തെങ്കിലും മിച്ചം വന്നാൽ നമ്മൾ ആർക്കെങ്കിലും എടുത്ത്, നമ്മളിൽ പെട്ട ഒരാൾക്കാരും വെറുതെ എടുത്ത് കൊടുക്കും. ചിലപ്പോൾ പാഴ്സലെങ്ങാനും മിച്ചം വന്നാൽ മിച്ചം ആ ചേച്ചിമാർക്ക് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കും. നാളത്തേക്ക് എടുക്കില്ല, ആദ്യം ഒരു സാധനം എടുക്കും. 10 വർഷം കൊണ്ട് ഞാൻ 10 വർഷം ഇതുപോലെ അപ്പുറത്തൊക്കെ ഉണ്ട്. അതൊന്നും പറ്റില്ല ഇവിടെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതൊരു പ്രത്യേകതയാണ്. ചേട്ടന് ഇഷ്ടപ്പെടുത്തിയ എന്ത് കാര്യമാണ്? ചേട്ടന് ഇതിനോട് താല്പര്യം തോന്നാനുള്ള കാരണം? എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ചേർക്കുന്നത് ചെയ്യുന്നതിന്റെ വൃത്തി ഒക്കെ തന്നെ.